വേറൊരു കാര്യം, മുനമ്പം സമരം നടന്ന വാർഡിൽ ബിജെപിക്ക് വിജയം. അതായത് 400 ദിവസത്തോളം സമരങ്ങൾ നടക്കുകയും പിന്നീട് ഒരു കൂട്ടർ സമരം അവസാനിപ്പിക്കുകയും മറ്റു കൂട്ടർ സമരം തുടരുകയും ഒക്കെ ചെയ്ത മുനമ്പം എന്ന് പറയുന്നത് കേരള മനസാക്ഷിയുടെ മുന്നിൽ ഒരു വിങ്ങലായി മാറിയ ഒരു സ്ഥലം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ മുനമ്പം സമരം നടന്ന സ്ഥലത്താണ് ഇപ്പോൾ ബിജെപിക്ക് വിജയം എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മുന്നോട്ട് വെക്കാനുള്ളത്. പാലക്കാട് മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം തന്നെ മുന്നോട്ട് പോവുകയാണ്. മൂന്ന് മുന്നണികളും ആർക്കാണ് ശക്തി കൂടുതൽ തെളിയിക്കാൻ കഴിയാത്ത രീതിയിൽ മൂന്ന് മുന്നണികൾ മുന്നോട്ട് പോവുകയാണ്. പാലക്കാട് ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മുനമ്പത്തെ കാര്യം തന്നെയാണ്. വളരെയേറെ ശ്രദ്ധ നൽകുന്ന ഒരു കാര്യമാണ്. അവിടെ ബിജെപി വിജയിച്ചു എന്നുള്ളതാണ്, ബിജെപി സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. പള്ളിപ്പുറം പഞ്ചായത്തിലെ 1ാം വാർഡിൽ NDA ജയിച്ചു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. കോഴിക്കോട് മേയറുടെ വാർഡിൽ NDA സ്ഥാനാർത്ഥിക്ക് അട്ടിമറി വിജയം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മലപ്പുറത്ത് KPCC ജനറൽ സെക്രട്ടറി UDFന്റെ KPCC ജനറൽ സെക്രട്ടറി പിന്നിലാണ് എന്നൊരു വാർത്ത, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പിന്നിലാണ് എന്നൊരു വാർത്ത പുറത്തു വരുന്നു. ശ്രീമതി ജമീല പിന്നിലാണ്. അങ്ങനെ ശ്രദ്ധേയരായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് 17-16 NDA 17 LDF 17 NDA 16 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കോഴിക്കോട് ഒപ്പത്തിനൊപ്പം LDF 13-5 LDF 13 UDF 13 NDA 5 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ കോഴിക്കോട് ഒപ്പത്തിനൊപ്പം, എറണാകുളത്ത് ഒപ്പത്തിനൊപ്പം, തിരുവനന്തപുരത്ത് ഒപ്പത്തിനൊപ്പം